ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാനികൾക്കു വരെ സഹിഷ്ണുത വന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലയാളികൾ അമുസ്ലിങ്ങളോടുള്ള സഹകരണത്തിന്റെ കാര്യത്തിൽ ഏത് രൂപത്തിലുള്ള സഹിഷ്ണുതയാണ് പങ്കുവെക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോ പാലക്കാട് തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തിയിട്ടുള്ള ഘോഷയാത്ര കണ്ടുമടങ്ങിയിട്ടേ ഉള്ളൂ. മഹാകുംഭമേളയെക്കുറിച്ച് പാകിസ്ഥാനി പത്രപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ഖാലിദ് ഉമർ എഴുതിയ ഒരു ചെറിയ പോസ്റ്റാണ് ഇന്ന് വൈറലായിരിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലിലെ നെഗറ്റീവ് മാത്രം കണ്ട് പരിഹസിക്കുന്ന മനോരോഗികൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു തുടക്കം. ലോകത്തൊരിടത്തും ഇതുപോലെ ഒരു ഒത്തുചേരലില്ല. ഇവിടെ ഹിംസയോ മൃഗബലിയോ നടക്കുന്നില്ല, രക്തച്ചൊരിച്ചിലില്ല, ഏകരൂപങ്ങളില്ല, രാഷ്ട്രീയമില്ല, ആരെയും മതം മാറ്റുന്നുമില്ല, അക്രമമില്ല, അവാന്തര വിഭാഗങ്ങളില്ല, വേർതിരിവുകളില്ല, കച്ചവടമോ വ്യവഹാരങ്ങളോ ഇല്ല. ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലാണിത്. മനുഷ്യനും പ്രപഞ്ചവും ഇവിടെ ഒന്നാകുന്നു. കാൽച്ചുവട്ടിലെ സസ്യജന്തു ജാലങ്ങൾ മുതൽ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങൾ വരെ ഏകതയുടെ സ്വരൂപമായി മാറുന്നു. എന്തത്ഭുതമാണിത്! വിവരണാതീതം. ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്തത് എന്നാണ് അദ്ദേഹം എഴുതുന്നത് തന്നെ. ഒരു വലിയ ആർട്ടിക്കിളാണിത്, കണ്ടോ? പ്രയാഗിലെ മഹാകുംഭമേളയെ കുറിച്ച് പാകിസ്ഥാനി പത്രപ്രവർത്തകനും അഭിഭാഷകനുമായ ഖാലിദ് ഉമർ എഴുതുന്നു, പ്രകൃതി തന്നെ ഹിന്ദു. എന്നിട്ട് അദ്ദേഹം ഇത്തരം ചില ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, ലേശം നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ സമാഗമമാണ് പ്രയാഗിലെ മഹാകുംഭമേള. അത് നിർമ്മലാനന്ദവും ആത്മീയ നിർവൃതിയുമാണ്. ഇവിടെ മൃഗബലിയില്ല, രക്തചൊരിച്ചിലുകളില്ല, ഏകരൂപങ്ങളില്ല, അക്രമമില്ല, രാഷ്ട്രീയമില്ല, മതപരിവർത്തനമില്ല, അവാന്തര വിഭാഗങ്ങളില്ല, വേർതിരിവുകളില്ല, വ്യവഹാരങ്ങളില്ല, കച്ചവടമില്ല. ഇതാണ് ഹിന്ദുമതം. ലോകത്തൊരിടത്തും ഇതുപോലൊരു ഒത്തുചേരൽ ഉണ്ടാകില്ല. അത് മതപരമോ കായികമോ യുദ്ധമോ ആഘോഷമോ ആവട്ടെ, അതൊന്നും ഇതുപോലെയല്ല. ഇത് കുംഭമേളയാണ്. ഈ വർഷം ഇത് മഹാകുംഭമേളയാണ്. ഓരോ 144 വർഷം കൂടുമ്പോഴും ആഘോഷിക്കപ്പെടുന്ന മഹാകുംഭമേള. ലോകം ആദരവോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ നോക്കിക്കാണുന്നത്. 45 ദിവസത്തിനിടയിൽ 40 കോടി ജനങ്ങൾ ആദ്യ ദിനം തന്നെ അമൃതസ്നാനം ചെയ്തത് 15 ദശലക്ഷം പേർ. 4000 ഹെക്ടറുകളിലായി 1,50,000 ടെന്റുകൾ, 3000 പാചകശാലകൾ, 1,45,000 ശൗചാലയങ്ങൾ, 40,000 സുരക്ഷാ ജീവനക്കാർ, 2,700 AI ക്യാമറകൾ, ഭാവനാതീതമായ കണക്കുകൾ. എന്നാൽ ഇതൊന്നുമല്ല തന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മഹാമേളയുടെ മൂർത്തഭാവമോ സ്ഥിതിവിവര കണക്കുകളോ ഭൗതികതയോ ഒന്നുമല്ല. എൻ്റെ അത്ഭുതത്തിന്റെ കാരണം അത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമല്ല, ആകാരത്തെക്കുറിച്ചോ എണ്ണത്തെക്കുറിച്ചോ അല്ല. മനുഷ്യരാശിക്ക് ഈ വിശ്വപ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജ്ഞാനമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ജ്യോതിർഗോളങ്ങളുടെ വിന്യാസം, സ്ഥാനം, സമയം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത് എന്നതാണ് എൻ്റെ അത്ഭുതത്തിന് കാരണം. പ്രപഞ്ചവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധത്തോളം അവന്റെ വിധിയിലും ഭാവിയിലുമുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സ്വാധീനത്തെയും ഇത് ദ്യോതിപ്പിക്കുന്നു. ഇതിനൊരു അധികാര ഘടന മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രീയ നയമോ ഇല്ല. അടിയുറച്ചൊരു വിശ്വാസമാണിത്. ഇതൊരു സംഘടിത മതത്തെക്കുറിച്ചോ അധികാര ശ്രേണിയെക്കുറിച്ചോ അല്ല. പ്രപഞ്ചവുമായിട്ടുള്ള മനുഷ്യകുലത്തിന്റെ ബന്ധത്തെക്കുറിച്ച് ഹിന്ദു ധർമ്മത്തിന് ഗ്രാഹ്യമുണ്ട്. നമ്മുടെ കാൽച്ചുവട്ടിലെ സസ്യജാലങ്ങൾ മുതൽ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് വരെയുള്ള ഉന്നതമായ ജ്ഞാനം ഇതിന് തെളിവാണ്. ധ്യാനനിരതമായിട്ടുള്ള സന്യാസിമാരുടെ ശുദ്ധ അവബോധത്തിന് സ്ഥലകാലങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് എന്നിലും പ്രപഞ്ചത്തിലുമുള്ള മായയുടെ ദ്വന്ദ്വ ഭാവത്തെ ഭേദിക്കും. റോക്കറ്റിലേറെയുള്ള ഇന്നത്തെ ശൂന്യാകാശ യാത്ര ഒരു പഴയ സാങ്കേതിക വിദ്യയാണ് എന്ന് ഞാൻ കരുതുന്നു.
നമ്മുടെ സ്ഥൂല ശരീര നാം അല്ല, ശാരീരികമായിട്ടുള്ള അനുഭവമുള്ള ആത്മാക്കളാണ് നാം എന്ന് മനസ്സിലാക്കുന്നതോടെ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. സർവവ്യാപിയായ അനന്തതയുടെ ഭാഗമാകുന്നു നാം. ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും അതിർത്തികൾ ഇല്ലാതാകുന്നു. നാം ആ ദിവ്യപ്രഭയുടെ ഭാഗമായ കാലമില്ലാത്ത രൂപമില്ലാത്ത ശുദ്ധമായ ആത്മബോധമാകുന്നു. ഹിമാലയത്തിലെയും ക്വാണ്ടം മെക്കാനിക്സിലെയും സാധുക്കൾ വിശാലമായ ജ്ഞാനസാഗരത്തിൽ പുണ്യസ്നാനം ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതമാണിത്. ഹിന്ദുമതം പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല. ഇവിടെ ദ്വന്ദ്വാവസ്ഥയില്ല. അത് പ്രകൃതി തന്നെയാണ്. ഒരു ഹിന്ദുവാകുക എന്നാൽ ഒരുവന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. പ്രകൃതി തന്നെ ഹിന്ദു. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കണ്ട, ഖാലിദ് ഉമർ. ഈ ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഈ മഹാകുംഭമേള പ്രാകൃതമാണ്. തുണിയില്ലാത്തവരുടെ സ്നാനമാണ് നടക്കുന്നത്. സ്ത്രീകൾ യോഗിമാരുടെ ലിംഗത്തിൽ പിടിക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളും കമന്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. ഓരോ മതവിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഒരു പക്ഷേ എല്ലാ മതങ്ങളും ഒന്നുപോലെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ, മതരഹിതരായിട്ടുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് വിമർശിക്കാം. കാരണം അവർ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല. ഇത് ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളെ ഉൾക്കൊണ്ടിട്ട് മറ്റൊരു മതവിഭാഗത്തിൻ്റെത് അന്ധവിശ്വാസമാണ് എന്നെങ്ങനെയാ പറയാൻ കഴിയുക? കുംഭമേള പ്രാകൃതമാണ്, മുണ്ടും തുണിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പാളയത്തിലെ ചങ്ങാതികളെ വരവറുപ്പിച്ച കേരള രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് ജയരാജ് മിത്രയുടെ കുറിപ്പ്. ഇടത് തീപ്പൊരികൾ ചാണകം ചവിട്ടി എന്ന് കരയുന്നവർക്ക് ഒരു ചുട്ട മറുപടിയാണ് ഈ കുറിപ്പ്. കുംഭമേളയെ കണ്ട മുൻ ഇടത് പ്രവർത്തകരെ പറ്റിയും അവർ പറഞ്ഞ ഒരു പരാമർശവും ഈ കുറിപ്പിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ എത്തിച്ചേരുന്ന ഇടം എന്ന് പൊട്ടിച്ചിരിയോടെയും ഇളം ചിരിയോടെയും അവർ പറഞ്ഞു എന്നാണ് എല്ലാം പണ്ടത്തെ ഇടത് തീപ്പൊരികൾ. കുംഭമേളയെ കുറിച്ചുള്ള എഴുത്തുകാരൻ ജയരാജ് മിത്രയുടെ കുറിപ്പ് ചർച്ചയാവുന്നു. ആ കുറിപ്പ് വായിക്കാം. കുംഭമേളയിൽ അലഞ്ഞു നടക്കുമ്പോൾ പലരുമായി പല കാര്യങ്ങൾ സംസാരിച്ചു. അപ്രതീക്ഷിതമായി പല വിശിഷ്ട വ്യക്തികളെയും കണ്ടു. നിരഞ്ജനി അഗാഠയിൽ നിന്നും കിന്നർ അഗാഠയിൽ നിന്നും ജുന അഗാഠയിൽ നിന്നും ഒരേ കാര്യം ഞങ്ങൾ ആവർത്തിച്ചു കേട്ടു. കുംഭമേളയിൽ പങ്കെടുക്കാൻ മേള അതോറിറ്റിയും UP സർക്കാരും എല്ലാം സംസ്ഥാന സർക്കാരുകളെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നത്രേ. ഏവരും സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. മിക്കവരും പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ കേരളം മാത്രം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചത്രേ. എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്ന് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന ഇടത്ത് ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് പ്രാകൃതമാണ്, മുണ്ടും തുണിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞ് പാളയത്തിലെ ചങ്ങാതികളെ വരെ വെറുപ്പിച്ച രാഷ്ട്രീയ ബോധം കേമം എന്നേ പറയാനുള്ളൂ. നഗ്നതയെക്കുറിച്ച് പറയാത്തത് അതിനെപ്പറ്റി വിശദമായി ഒരിക്കൽ എഴുതിയത് കൊണ്ടാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മേളയിൽ 15 ദിവസം താമസിച്ചത് സെക്ടർ 12 ജുന അഗാഠ ഒരുക്കിയ ടെന്റിലാണ്. അവിടെ വന്ന 1000ഓളം പേരെ പരിചയപ്പെട്ടവരിൽ 15 പേർ BJP, ABVP, RSS, സേവാഭാരതി ബന്ധമുള്ളവർ. 3 പേർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ബാക്കി ഞാൻ പരിചയപ്പെട്ട എല്ലാവരും മുൻ ഇടത് പ്രവർത്തകരായിരുന്നു. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ എത്തിച്ചേർന്ന ഇടമെന്ന് പൊട്ടിച്ചിരിയോടെയും ഇളം ചിരിയോടെയും പറഞ്ഞവർ. സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന കുംഭമേളയ്ക്ക് വന്ന് താമസിച്ചത് ഈ ടെന്റിലാണ്. എഴുത്തുകാരനായ KN ഷാജി മേളയ്ക്ക് വന്നിരുന്നു. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഓഫീസർമാരും IT വിദഗ്ധരും വന്നുപോയി. ഞാൻ നേരിൽ കണ്ടത് മാത്രമാണ് ഇവിടെ പറയുന്നത്. വിദേശത്ത് നിന്നും ഫ്ലൈറ്റിൽ വന്ന് മേളയിൽ പങ്കെടുത്ത് തിരിച്ച് വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോയവർ ഏറെ. എന്തിനാണ് അധികം? കേരള കലാമണ്ഡലത്തിൽ നിന്നും നൃത്തം പഠിച്ച് ഇടത് കൂടികുത്തിയ മഹാരാജാസിൽ ഡിഗ്രിയും കഴിഞ്ഞ SFIയുടെ സജീവ പ്രവർത്തകയായ അഖില വിമൽ സന്യാസിനിയായ ഇവരും കണ്ടതും കേട്ടതുമാണല്ലോ. പൂർണ്ണദീക്ഷ നേരത്തെ സ്വീകരിച്ച അവന്തിക ഭാരതി എന്ന പേര് സ്വീകരിച്ചിരുന്ന അഖില വിമൽ നാഗസന്യാസിമാർക്കുള്ള സംസ്കാര ക്രിയകൾ പൂർത്തിയാക്കുന്നത് ഈ കുംഭമേളയിൽ വെച്ചാണ്. അഖില വിമൽ JNUവിൽ PGയും MPhilഉം PhDയും കഴിഞ്ഞതാണ്. ഇടതിന്റെ സജീവ പ്രവർത്തകയും ആയിരുന്നു. ഡൽഹി സെൻട്രൽ കമ്മിറ്റി അംഗവുമായിരുന്നു എന്നാണ് അക്കപ്പെട്ടെ. അതൊക്കെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ പാകിസ്ഥാനികൾ വരെ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു. എങ്ങനെയാണ് പാകിസ്ഥാനികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാകും. കാരണം അവർ ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അവർ കുറച്ച് തീവ്ര ഇസ്ലാം മതവിശ്വാസികളുമാണ്. ആ ഇസ്ലാമിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആശയത്തെ ഇവർക്ക് അങ്ങനെ പുകഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പാകിസ്ഥാനെ. അവര് ബഹുദൈവാരാധകരാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം 17 തവണ ശപിച്ചും കോപിച്ചും അള്ളാഹുവെ നീ അകറ്റി നിർത്തണേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന മതവിഭാഗത്തെ സംബന്ധിച്ച് ഇത്രയും വിശാലമായ രൂപത്തിൽ ഒന്ന് എഴുതാൻ പാകിസ്ഥാനിലെ ഒരു എഴുത്തുകാരന് സാധിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതായത് ഇനിയുമുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പാകിസ്ഥാനിൽ എന്നത് നമുക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം എഴുതി പാകിസ്ഥാനിലെ എഴുത്തുകാർക്ക് പോലും സ്വതന്ത്രമായി ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ ബഹുദൈവാരാധനയെ സംബന്ധിച്ചും എഴുതാനും
ആ മതം സ്വീകരിക്കാനും ആ മതത്തെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഹമാസിന്റെ നേതാക്കളായ തീവ്രവാദികളുടെ ചിത്രവും ഏന്തി ആനപ്പുറത്ത് ഘോഷയാത്രകൾ നടക്കട്ടെ. നന്ദി.